യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്താണ്. നാക്കരവാടിയിലുള്ള നമ്മുടെ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അകത്ത് പോയി കാണാവുന്നതാണ്. ടാ. നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ പൂവോട് എന്ന് പറയുന്നത്. അതായത് ഈവനിങ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് നല്ല ഒരു വോം ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ, നല്ലൊരു വോം ഫീലും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ശരിക്കും ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്. കാരണം ഞാൻ വല്ലപ്പോഴും നാട്ടിലില്ലാത്ത സമയത്ത് ഇതുപോലെ ഉത്സവങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ അങ്ങ് വിഷമം ഞാൻ ഇന്ന് ഇവിടെ തീർത്ത്. ശരിക്കും പറഞ്ഞാൽ എത്ര പേരല്ലേ മനസ്സും കൊണ്ട് ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് നേർച്ച ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. കാരണം പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ ഞാൻ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് പാൽക്കോടും എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നിമിഷം ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങ് ഓർത്തുപോയി. കാരണം എന്തായാലും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അവരാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ഈ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ശരിക്കും നമ്മൾ ഈ അമ്പലത്തേക്ക് വന്നിട്ട് നമ്മൾ മനസ്സും കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു നേർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കുമെന്നുള്ളതാണ് വിശ്വാസം. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ഈ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആ കാണുന്ന ഒരു കുഞ്ഞു കുറുമൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് 2 സ്റ്റെപ്പ് അങ്ങിട്ടാണ് എന്ത് രസമല്ലേ, കൊള്ളാം. അപ്പോൾ ഞാൻ അവനെയും കൂടി അങ്ങ് ഉൾപ്പെടുത്തി. കാരണം എനിക്ക് ഈ അമ്പലമായിട്ട് ഒരു ഇമോഷണലി കണക്റ്റഡ് ഉണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഏറ്റവും കൂടുതലും ഈ അമ്പലത്തേക്കാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അപ്പം ഇതിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ കരകാട്ടമുണ്ട്, തേരുണ്ട്, മഞ്ചനീരാട്ടമുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള നല്ല അടിപൊളി ഗംഭീര പരിപാടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അട്ടപ്പാടിയിലുള്ള ആൾക്കാർക്ക് മിക്കവാർക്കും അറിയാം ഇത് നമ്മുടെ നാക്കരവാടിയിലെ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രമാണ്. മറക്കാണ്ട് നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ടതാണ്. ഞാൻ എങ്ങോട്ടും ഈ ക്യാമറയും നോക്കിക്കൊണ്ട് ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നതെന്നല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തരാം. ടാൻതലായ്, ഇതാണ് നമ്മുടെ ഐസ് വയ്ക്കുന്ന ചേട്ടൻ. ഞാൻ അങ്ങനെ കേട്ടോ പറയാം, എനിക്ക് അങ്ങനെ പറഞ്ഞ ശീലം. പിന്നെ ഞാൻ ഈ പുള്ളിക്കാരോട് ഹായ് അടിക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരോട് നമ്മൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ, ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഊരിലേക്ക് വന്നിട്ട് ഇതേമാതിരി കുറേ ഐസൊക്കെ കൊണ്ടുവന്ന് തരും. അന്നൊക്കെ പൈസ കയ്യിലില്ലാത്ത സമയത്ത് ഞാൻ തേങ്ങയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു ഐസൊക്കെ മേടിച്ചു. ആ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ആ ചേട്ടനെ കണ്ടുമുട്ടി. അപ്പോൾ ഈ നമ്മുടെ നാക്കരവാടി അമ്പലത്തിലെ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്ന സമയത്ത് എൻ്റെ കുട്ടി ചെറിയ ആരാധകർ എൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ,
அனு நல்லா பெரிய பொண்ணாகி நல்லா வரணும். ஆத்தா உண்ணியத்துல நல்லா ஃபேமஸ் ஆகி நல்லா இருக்கணும். அவ எதிர்கால வாழ்க்கையும் நல்லா இருக்கணும். சூப்பர் காளியாத்தா. அட்டப்பாடிக்காரி சேனல் சப்ஸ்கிரைப் பண்ணணும்னு சொல்லுங்க. அட்டப்பாடிக்காரு சேனல் அட்டப்பாடிக்காரு சேனல் சப்ஸ்கிரைப் பண்ணுங்க. சப்ஸ்கிரைப் பண்ணணும். ஓகே டாடா காமிச்சு. ஓகே டாடா பாய். ஓகே சூப்பர். அட்டப்பாடிக்காரி யூடியூப் சேனல் சப்ஸ்கிரைப் பண்ணுங்க. ஓகே அட்டப்பாடிக்காரி யூடியூப் சேனலை സബ്സ്ക്രൈബ് பண்ணுங்க, ലൈക്ക് பண்ணுங்க, കമന്റ് பண்ணுங்க. വാവ് സൂപ്പർ. താങ്ക്യൂ. വീഡിയോസ് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അട്ടപ്പാടിക്കാരി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മോളിക്കാണ് ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഇത്രയാണ്.